Hi viewers, welcome to Bosco Campus Vision. Today we are discussing the subject Business, Environment and Policy of S3 BBA under Kerala University, and myself Peri Netto, Assistant Professor from Department of Management, Don Bosco College, Kottayam. Today we are going to discuss the elements of culture. So last session we already discussed what is culture and what is various formulations or what are the concepts of culture. So in continuation with that we can discuss the elements of culture. So let's see in detail what are these topics. First we can discuss what is culture that we already discussed in the last section. So culture is understood as that complex whole which includes knowledge, belief, art, law, morals, customs and other capabilities acquired by an individual as a member of society. അപ്പോൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തൊരു പോർഷനാണ് വാട്ട് ഈസ് കൾച്ചർ അല്ലേ. ഒരു കൾച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു വ്യക്തിക്ക് ഉണ്ടാവേണ്ട അല്ലേ, നോളജ് ആവാം, അല്ലെങ്കിൽ വിശ്വാസം ബിലീഫ് ആവാം, അല്ലെങ്കിൽ ചില നിയമങ്ങളാവാം, അല്ലെങ്കിൽ നമ്മുടെ കസ്റ്റംസ് ആവാം. അപ്പോൾ ഒരു ഇൻഡിവിജ്വൽ എന്ന നിലയിൽ ഒരു സൊസൈറ്റിയിൽ മെമ്പറായിരിക്കും നമ്മൾ ഓരോരുത്തർക്കും അക്വയർ ചെയ്യേണ്ട ചില കാര്യങ്ങളാണ് ഈ പറഞ്ഞ നോളജ്, ബിലീഫ് അല്ലെങ്കിൽ മോറൽസ്, കസ്റ്റം. അപ്പോൾ ഇതിനെല്ലാം കൂടി ഒരു കോംപ്ലക്സ് ആയിട്ട് ഹോൾ തിങ്ങിനെ നമുക്ക് എന്തെന്ന് പറയാം, കൾച്ചർ എന്ന് പറയാം. ആൻഡ് ഇറ്റ് ഈസ് നോട്ട് കൺഫൈൻഡ് ടു വൺ പർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈം ഇല്ല. അപ്പോൾ ഈ കൾച്ചർ എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മളിപ്പോൾ നമുക്കൊരു അറിവ് കിട്ടി ഇല്ല, ഈ അറിവെന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ പീരീഡിലേക്ക് വേണ്ടി മാത്രമുള്ളതല്ല, പകരം എന്താണ് നമ്മുടെ ജീവിതത്തിലുടനീളം നമ്മളത് പാലിക്കപ്പെടണം. And so it has two phenomena, that is shared values and പാസേജ് ഓഫ് ടൈം ഇല്ലേ. അപ്പോൾ നമ്മൾ ഷെയർ ചെയ്യുന്ന നമ്മുടെ മൂല്യങ്ങൾ ഇല്ലേ, അപ്പോൾ കാലങ്ങൾ മാറും തോറും നമ്മൾ ഈ മൂല്യങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ കൈമറിഞ്ഞ് പോകും. സോ കൾച്ചർ ഓഫ് സൊസൈറ്റി ഈസ് ഷെയർഡ് ബൈ ഇറ്റ്സ് മെമ്പേഴ്സ്. നമുക്കറിയാമല്ലോ ഒരു സൊസൈറ്റിയുടെ കൾച്ചർ എന്ന് പറയുന്നത് എന്താണ്. ഇപ്പോൾ നമുക്ക് എന്താ പറയുക, നമ്മുടെ പല സ്വഭാവങ്ങൾ ഇപ്പോൾ നമ്മൾ ചിലരെ അനുകരിക്കാറുണ്ട്. നമ്മുടെ സ്വഭാവങ്ങൾ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ നാളെ ഒരു ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ട് ഇപ്പോൾ നിങ്ങളുടെ പേരൻസിൽ നിന്ന് നിങ്ങൾ ചില റോൾ മോഡൽസ് ആണെന്ന് നിങ്ങൾ പറയാറുണ്ടല്ലേ, അവരുടെ ചില സ്വഭാവങ്ങൾ നമ്മൾ അനുകരിക്കാറുണ്ട്. അപ്പം ഇതെല്ലാം തന്നെ എന്താണ്, ഒരാളിൽ നിന്ന് ഒരാളിലേക്ക് ഈ മൂല്യങ്ങൾ പാസ് ചെയ്യുന്നു. ആൻഡ് സോ ദ കൾച്ചറൽ എത്തോസ് ആർ പാസ് ഫ്രം ജനറേഷൻ ടു ജനറേഷൻ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ മൂല്യങ്ങൾ ഒരു തലമുറയിൽ നിന്ന് ഒരു തലമുറയിലേക്ക് ഇങ്ങനെ കൈമാറിക്കൊണ്ടിരിക്കും. അതായത് ഒരു അച്ഛനിൽ നിന്ന് അല്ലെങ്കിൽ അമ്മയിൽ നിന്ന് കുഞ്ഞുങ്ങൾ അത് എടുക്കും, അതിൽ നിന്ന് അത് കഴിഞ്ഞ് നമ്മുടെ തലമുറ. അപ്പോൾ ഒരു പരിധിക്കപ്പുറം എന്താണ്, ഒരു പല ജനറേഷൻ ഈ ഒരു സ്വഭാവം അനുകരിക്കുന്നു. അപ്പോൾ അത് ചിലപ്പം ചില നോളജ് ആവാം, ചില ബിലീഫ്സ് ആവാം, കസ്റ്റംസ് ആവാം, അല്ലെങ്കിൽ ചില ലോസ് ആവാം, ആർട്ടാവാം, എന്ത് തന്നെ. ഇപ്പം നമ്മൾ പാട്ട് പാടുന്നവർ, ഡാൻസ് കളിക്കുന്നവർ നമ്മൾ പറയില്ലേ, എൻ്റെ അച്ഛനത് ചെയ്യുമായിരുന്നു, അല്ലെങ്കിൽ എൻ്റെ ഗ്രാൻഡ് മദറിന് ഈ ഒരു കല ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് മൂല്യങ്ങളെ പാസ് ചെയ്ത് വരുന്നു ഇല്ലേ. അപ്പോൾ അത് തന്നെയാണ് കൾച്ചർ എന്ന് പറയുമ്പോൾ എന്താണ്, ഇറ്റ് ഈസ് എ ഷെയർഡ് വാല്യൂ ആൻഡ് ദ പാസേജ് ഓഫ് ടൈം. സോ ലെറ്റ്സ് ഡിസ്കസ് ദ എലമെൻറ്റ്സ് ഓഫ് കൾച്ചർ. So the elements of culture may of three, that is knowledge and belief, second is ideals, and the third is preferences. So first we can discuss the knowledge and belief. So this refers to people's prevailing notion of reality. These includes myth and metaphysical belief as well as scientific relatives. അപ്പോൾ നോളജ് ആൻഡ് ബിലീഫ് ഇല്ലേ, നമ്മുടെ അറിവ്, നമ്മുടെ വിശ്വാസം എന്ന് പറയാം. സോ ഇറ്റ് റിഫേഴ്സ് ടു ദ പീപ്പിൾസ് പ്രിവൈലിംഗ് നോഷൻ ഓഫ് റിയാലിറ്റി ഇല്ലേ. അതായത് ഒരു റിയാലിറ്റി ആയിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്ന ചില മൂമെൻറ്റ്സ് ഇല്ലേ. ദീസ് ഇൻക്ലൂഡ് മിത്ത് ആൻഡ് മെറ്റാഫിസിക്കൽ ബിലീഫ് ആസ് വെൽ ആസ് സയൻറ്റിഫിക് റിയാലിറ്റീസ്. അപ്പം ചിലപ്പം എന്താണ്, അതൊരു മിത്താവാം, അല്ലെങ്കിൽ ഒരു സയൻറ്റിഫിക്കായിട്ട് ചില റിയാലിറ്റീസ് അതിൻ്റെ പുറത്തുണ്ടാകും. അപ്പം ഒരു വ്യക്തിയിലുണ്ടാകുന്ന ചില വിശ്വാസങ്ങളാവാം, ചില അറിവുകളാകാം. അതാണ് നമ്മുടെ കൾച്ചറിനെ നമ്മൾ കുറേ കൂടെ ഉറപ്പിക്കുന്നത്. ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ വീടുകളിൽ നമ്മുടേതായ ചില കൾച്ചർ ഉണ്ടാകും, നമുക്കുള്ള ചില അറിവ്, നമ്മുടെ ചില വിശ്വാസങ്ങൾ. ഇപ്പോൾ നമുക്കറിയാം പണ്ടത്തെ കാലത്തൊക്കെ സന്ധ്യാസമയത്ത് ഇല്ലേ, പ്രായമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ പറയും, നിങ്ങൾ അങ്ങനെ ചെയ്യില്ലേ, മുറ്റത്തൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കരുത്, അല്ലെങ്കിൽ സന്ധ്യ കഴിഞ്ഞ് ഇന്നത് ചെയ്യരുത്, സന്ധ്യാസമയത്ത് മുറ്റം അടിക്കരുത്. അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു വിശ്വാസം ഇല്ലേ. അപ്പോൾ ഇതൊക്കെ പറയാം. അപ്പോൾ ഒരു നോളജ്, ഒരു ബിലീഫ് എന്ന് പറയാം. അപ്പോൾ ഒരു എലമെൻറ്റ്സ് ഓഫ് കൾച്ചറിൽ നമുക്ക് പറയുന്നത് എന്താണ്, ഒരു നോളജ്, നമ്മുടെ അറിവാവാം, ചില വിശ്വാസങ്ങളാവാം. സോ ഇറ്റ് റിഫേഴ്സ് ടു ദ പീപ്പിൾസ് പ്രൊഫൈലിംഗ് നോഷൻ ഓഫ് റിയാലിറ്റി ഓർ ദീസ് ഇൻക്ലൂഡ്സ് മിത്ത് ആൻഡ് മെറ്റാഫിസിക്കൽ ബിലീഫ്സ് ആസ് വെൽ ആസ് സയൻറ്റിഫിക് റിയാലിറ്റീസ്. സെക്കൻഡ് നമ്മൾ പറയുന്നത് ഐഡിയൽസ് ആണ്. The ideals refers to norms of society which define what is expected,
customary, right or proper in a given situation. Here we can say that the folkways and modes are important aspect of every culture. That is, the folkways refers to norms of proper behavior that are informally enforced, like proper way to greet a person. But modes are norms of obligatory behavior considered important for the welfare of the group. ഇനി ഐഡിയൽസ് അല്ലേ, ഇപ്പോൾ ഐഡിയൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് റിഫേഴ്സ് ടു ദി നോംസ് ഓഫ് സൊസൈറ്റി വിച്ച് ഡിഫൈൻ വാട്ട് ഈസ് എക്സ്പെക്റ്റഡ്, കസ്റ്റമറി ഓർ എ റൈറ്റ് ഓർ എ പ്രോപ്പർ ഇൻ എ ഗിവൺ സിറ്റുവേഷൻ. അപ്പോൾ ഒരു ഐഡിയൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സിറ്റുവേഷൻ എടുക്കുകയാണെങ്കിൽ നമ്മളവിടെ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു സൊസൈറ്റിയിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലുന്നത്. ഇപ്പോൾ ഒരു എന്തെങ്കിലും ഒരു പാർട്ടി എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ ഇറങ്ങിച്ചെല്ലുമ്പോൾ ഒരു സിറ്റുവേഷൻ വന്നാൽ അവിടെ എക്സ്പെക്റ്റഡ് ആണില്ലേ, ഈ സിറ്റുവേഷൻ വന്നാൽ അവൻ ഇങ്ങനെ പെരുമാറും എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ. അപ്പം it refers to the norms of society which is defined what is expected. അവിടെ എന്താണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതെന്നുള്ളത് വ്യക്തമായിരിക്കും. ആൻഡ് ഓർ എ പ്രോപ്പർ ഇൻ എ ഗിവൺ സിറ്റുവേഷൻ, അവിടെ ഇനി എന്ത് തരത്തിലുള്ള സിറ്റുവേഷൻ, ആ സിറ്റുവേഷൻ ഇനി വീണ്ടും വീണ്ടും ആവർത്തിച്ചാലും ആ ഒരു എക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു ബിഹേവിയറാണ് നമ്മളവിടെ പ്രസൻറ്റ് ചെയ്യുന്നത്. ആൻഡ് സോ ദർ ആർ 2 ആസ്പെക്ട്സ് ഓഫ് എവറി കൾച്ചർ. അങ്ങനെയാണെങ്കിൽ 2 തരം ആസ്പെക്ട്സ് ആണ് കൾച്ചറിനുള്ളത്. ഏതൊക്കെയാണ്? ഒന്ന് ഫ്ലോക്ക് വേസ്, രണ്ടാമത് മോസ് എന്ന് പറയുന്നത്. ഈ ഫ്ലോക്ക് വേ റിഫേഴ്സ് ടു നോംസ് ഓഫ് പ്രോപ്പർ ബിഹേവിയർ. ഒരു ഫ്ലോക്ക് വേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പ്രോപ്പറായിട്ടുള്ളൊരു സ്വഭാവം ദാറ്റ് ആർ ഇൻഫോർമലി എൻഫോഴ്സ്ഡ് ലൈക്ക് എ പ്രോപ്പർ വേ ടു ഗ്രീറ്റ് എ പേഴ്സൺ. ഇല്ലേ, ഒരു വ്യക്തിയെ നമ്മൾ അഭിസംബോധന ചെയ്യുമ്പോൾ എങ്ങനെയാണോ നമ്മളൊരു പ്രോപ്പർ വേയിലൂടെ അത് ചെയ്യുന്നത്, അതിനെയാണ് നമ്മൾ ഫ്ലോക്ക് വേസ് എന്ന് പറയുന്നത്. ഒരു പ്രോപ്പർ ബിഹേവിയർ എങ്ങനെയാണോ അതിനെയാണ്. ഇനി ഒരു മോർസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നോംസ് ഓഫ് ഒബ്ലിഗേറ്ററി ബിഹേവിയർ കൺസിഡേർഡ് ഇമ്പോർട്ടൻറ്റ് ഫോർ ദി വെൽഫെയർ ഓഫ് ദ ഗ്രൂപ്പ്. ഇനി അവിടെ എന്ന് പറയുമ്പം ഒരു ഗ്രൂപ്പിൻ്റെ വെൽഫെയറിന് വേണ്ടി നമ്മൾ എങ്ങനെ പെരുമാറുന്നു, ഒരു ഒബ്ലിഗേറ്ററി ബിഹേവിയറാണ് അവിടെ കാണിക്കേണ്ടത്. അപ്പോൾ 2 രീതിയിലുള്ള ആസ്പെക്ട്സ് ആണ് കൾച്ചറൽ പറയുന്നത്. ഒന്ന് ഫ്ലോക്ക് വേ, രണ്ടാമത് മോർസ് എന്ന് പറയുന്നത്. So first we discuss knowledge and belief. Second we discuss the idols. The third we can discuss the preferences. Here it refers to those things in life which are attractive or unattractive as objects of desire, which may differ between കൾച്ചേഴ്സ്. അപ്പോൾ ഇവിടെ പ്രിഫറൻസസ് എന്ന് പറയുമ്പോൾ എന്താണ്? ചിലത് നമുക്ക് എന്താണ് അട്രാക്റ്റ് ചെയ്യാം, ചിലത് അൺഅട്രാക്റ്റീവ് ചെയ്യാം. ഇല്ലേ, നമ്മുടെ ആഗ്രഹങ്ങൾ, ചില ആഗ്രഹങ്ങൾ നമുക്ക് ഇല്ലേ പെട്ടെന്ന് നമുക്ക് വേണമെന്ന് തോന്നും, ചിലത് വേണ്ടാന്ന് തോന്നും. അപ്പം അതിന് കൊടുക്കുന്ന പ്രിഫറൻസസിനെയാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പം ഇറ്റ് മേ ഡിഫർ ഫ്രം കൾച്ചർ. ഇല്ലേ, നമ്മുടെ കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട് അതിനൊരു വ്യത്യാസമുണ്ട്. ഇല്ലേ, ചിലതിനെ നമ്മൾ പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യും, ചിലത് നമ്മൾ വേണ്ട എന്ന് വയ്ക്കും. അപ്പം പ്രിഫറൻസസ് റിഫേഴ്സ് ടു those things in life which are attractive or unattractive as objects of desire. അപ്പോൾ നമ്മുടെ ആഗ്രഹങ്ങളെ ചിലപ്പോൾ നമ്മുടെ ആഗ്രഹങ്ങൾ കൊണ്ട് നമ്മളത് ജീവിതത്തിൽ വേണ്ട എന്നും വേണം വേണ്ട എന്ന് തീരുമാനിക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് പ്രിഫറൻസസ് എന്ന് പറയാം. ആൻഡ് സോ ഇൻ കൺക്ലൂഷൻ വി ക്യാൻ സേസ് ദാറ്റ് എ കൾച്ചർ ടെൻഡ് ടു പ്രൊവൈഡ് ദ സ്റ്റാൻഡേർഡ് ഓഫ് ടേസ്റ്റ് ഇൻ സ്പെസിഫിക് ലൈൻ ഓഫ് ഹ്യൂമൻ ആക്ടിവിറ്റി. അപ്പോൾ ഒരു കൾച്ചർ എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു ഹ്യൂമൻ ആക്ടിവിറ്റിയുടെ ഒരു സ്റ്റാൻഡേർഡ് ഓഫ് ടേസ്റ്റ് എന്ന് പറയുന്നത്, സ്പെസിഫിക് ലൈനിൽ നമുക്ക് വരുന്ന ഒരു സ്റ്റാൻഡേർഡ് ഓഫ് ടേസ്റ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കൾച്ചർ എന്ന് പറയുന്നത്. ആൻഡ് സോ വാട്ട് ഈസ് ടേസ്റ്റ്ഫുൾ ഇസ് വൺ കൾച്ചർ മേ ബി ഹൈലി ഡിസ്റ്റേസ്റ്റ്ഫുൾ ഇൻ അനദർ. ഇല്ലേ, അപ്പം ഒരാൾക്ക് നല്ലതെന്ന് തോന്നുന്നത് മറ്റൊരാൾക്ക് ഇഷ്ടപ്പെടാതെ വരാം. ഇല്ലേ, ഇപ്പോൾ എൻ്റെ കൾച്ചർ എന്ന് പറയുന്നത് ഞാൻ എൻ്റെ ജനറേഷൻ ടു ജനറേഷൻ അല്ലെങ്കിൽ ഞാൻ പകർത്തിയ ചില കാര്യങ്ങൾ, പക്ഷേ ഞാൻ ഈ ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടണമെന്നില്ല, അത് മറ്റൊരാൾക്ക് ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ടാക്കാം. അതുകൊണ്ടാണ് വാട്ട് ഈസ് ടേസ്റ്റ്ഫുൾ ഇൻ വൺ കൾച്ചർ മേ ബി ഹൈലി ഡിസ്റ്റേസ്റ്റ്ഫുൾ ഇൻ അനദർ എന്ന് പറയുന്നത്. സോ ടുഡേ വി ഡിസ്കസ്ഡ് what is culture and the elements of culture. I hope you all clear with the points. So let's sum up today's portion. So first we discuss culture. So it says that business and culture are closely connected. So social and cultural environment refers to the influence exercised by certain social and cultural factors like family, marriage, religion, education, attitude of people or to work, ethics or attitude to wealth, or the social responsibility of business. And so in simple we can say that culture refers to such activities as dance, drama, music and festival.
or we can say that culture is not confined to one particular period of time, and so it has two phenomena, that is shared values and passage of time, and so it is characterily human product of social interaction. And second, we discuss the elements of culture, and here we discuss the three major elements of culture, that is knowledge and belief, second is ideals, and the third is preferences. And first is knowledge and belief. It says that people's prevailing notion of reality. And second, we discuss the ideals, that is, it refers to the norms of society which define what is expected, customary, right, or proper in a given situation. And it may have two aspects of every culture, that is, flock way and the moors. Third, we discuss the preferences, that is, it refers to those things in life which are attractive or unattractive as objects of desire, which may be different from culture. And the end, we discuss that a culture tends to provide the standard of taste in specific line of human activity. What is tasteful is one culture may be highly distasteful in another. And so I hope you are clear with the today's portion. This is the end of today's session. Prepare well, study well. Thank you.